മറ്റുള്ള രാജ്യങ്ങളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇന്ത്യ ഏറ്റവും ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന രാജ്യമാണ്. ഇന്ത്യയുടെ GDP ഗ്രോത്ത് ഏകദേശം 6.5%-അടുത്താണെന്ന് അനുമാനിക്കുന്നു. ഇത് മറ്റുള്ള രാജ്യങ്ങളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ലെവലിലാണ്. അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളുടെ GDP ഗ്രോത്ത് ഇന്ത്യയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ ഒരു സാമ്പത്തിക ശക്തിയായിട്ട് വളർന്നു കഴിഞ്ഞിരിക്കുന്നു. അമേരിക്ക, ചൈന, ജപ്പാൻ, ഇന്ത്യ 4ാമത്തെ സ്ഥാനത്ത് നിന്ന് 3ാമത്തെ സ്ഥാനത്തേക്ക് എത്തിയെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന കണക്കുകൾക്ക് ഇപ്പോഴും ചില കൺഫ്യൂഷൻ ഉണ്ട്. എങ്കിലും ഇന്ത്യ സാമ്പത്തികമായിട്ടും മറ്റുള്ള കാര്യങ്ങളിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ ഈ ഇക്കണോമിക് ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇൻഫ്ലേഷൻ റേറ്റ് 4% താഴെയായിരിക്കുന്നു. റീസെൻ്റ് ആയിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻട്രസ്റ്റ് റേറ്റിൽ 0.5% കുറവാണ് വരുത്തിയിരിക്കുന്നത്. 6% നിന്ന് 5.5% ആക്കിയിരിക്കുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് റിപ്പോ റേറ്റിൽ കുറവ് വരുത്തുക അല്ലെങ്കിൽ ക്യാഷ് റിസർവ് റേഷ്യോയിൽ കുറവ് വരുത്തുക എന്നൊക്കെ പറഞ്ഞാൽ അത് കൂടുതൽ ലിക്വിഡിറ്റി നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടാകുകയും അതോടൊപ്പം തന്നെ ബാങ്കുകൾക്കും മറ്റും കുറഞ്ഞ നിരക്കിൽ ലോണുകൾ ആവശ്യമുള്ള ആളുകൾക്ക് കൊടുക്കുവാനും സാധിക്കും. ഇത് ലോൺ വാങ്ങുന്ന കമ്പനികൾ അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവർ ഇപ്പോൾ കൊടുക്കുന്ന ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റിൽ നിന്ന് ഒരു 0.5% കുറയുക എന്ന് പറഞ്ഞാൽ വൻകിട കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രോഫിറ്റിലും കോടിക്കണക്കിന് രൂപയുടെ ഇൻക്രീസ് വരാം. കമ്പനികൾ ഡിക്ലെയർ ചെയ്യുന്ന പ്രോഫിറ്റിൽ ഇൻക്രീസ് വന്നാൽ നാച്ചുറലായിട്ടും ആ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് കൂടാം. ഇത് കൂടാതെ തന്നെ കഴിഞ്ഞ ബഡ്ജറ്റിൽ ഇൻകം ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇളവുകൾ ഗവൺമെൻറ് നൽകിയിട്ടുണ്ട്. 12 ലക്ഷം രൂപ വരെയുള്ള നിങ്ങളുടെ ഇൻകത്തിന് നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ മിഡിൽ ഇൻകം ഗ്രൂപ്പിലുള്ള വ്യക്തികളുടെ കയ്യിൽ ഡിസ്പോസിബിൾ ഇൻകം കൂടുതലായിട്ട് വരികയും അത് അവർ കൂടുതലായിട്ട് കൺസ്യൂമർ ഐറ്റംസ് ഒക്കെ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യും. അത് ആ കമ്പനികൾ പ്രോഡക്റ്റുകൾക്ക് കൂടുതൽ ഡിമാൻഡ് വരുമ്പോൾ കമ്പനികൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും. അത് കമ്പനികളുടെ പ്രോഫിറ്റ് കൂട്ടുകയും ചെയ്യും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മൺസൂണാണ്. ഇപ്രാവശ്യം നല്ല രീതിയിൽ മൺസൂൺ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് നമ്മുടെ കൃഷിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ GDPയുടെ നല്ലൊരു പാർട്ട് കൃഷിയിൽ നിന്നാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇതേപോലെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഓയിലിൻ്റെ പ്രൈസ് കുറഞ്ഞു നിൽക്കുന്നതാണ്. ഓയിലിൻ്റെ പ്രൈസ് ഏകദേശം 60 മുതൽ 65 US$ ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ തന്നെയും കഴിഞ്ഞ 2 ദിവസമായിട്ട് ഓയിലിൻ്റെ പ്രൈസ് കൂടുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഓയിലിൻ്റെ പ്രൈസ് കുറയുന്നത് ഫേവറബിൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മുടെ റിക്വയർമെൻറ്റിൻ്റെ ഏകദേശം 80% കൂടുതൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് കുറഞ്ഞ റേറ്റിൽ ഓയിൽ ലഭിക്കുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട ഫോറിൻ എക്സ്ചേഞ്ചിൽ കുറവ് വരികയും അതോടൊപ്പം തന്നെ നമ്മുടെ ട്രേഡ് ഡെഫിസിറ്റും മറ്റും കുറയ്ക്കുവാനും ഇത് സാധിക്കുന്നുണ്ട്. ഇതും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. വളരെ പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഗവൺമെൻറ് തലത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും മറ്റും ഒരുപാട് ഇനീഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്. ഒരുപാട് എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ഷന് വേണ്ടിയിട്ടും ഗവൺമെൻറ് ഒരുപാട് ഇൻസെൻറ്റീവ് കൊടുക്കുന്നുണ്ട്. ഗവൺമെൻറ് അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം റീസെൻ്റ് ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സോണിലൂടെയാണ് ഇന്ത്യ കടന്നു പോകുന്നത്. അപ്പം അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള സെക്ടറിൽ ഇവിടെയൊക്കെ വരുന്ന ഡെവലപ്മെൻറ്റുകൾ ഫൈനലായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഇന്ത്യയുടെ GDP ഗ്രോത്തിലും അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റിലുമാണ്. അതായത് നല്ല രീതിയിൽ കമ്പനികൾ പെർഫോം ചെയ്താൽ അവരെ പ്രോഫിറ്റ് കൂടും. അവർ പ്രോഫിറ്റ് കൂടിയാൽ നാച്ചുറലായിട്ടും അവർ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഷെയറിൻ്റെ പ്രൈസും കൂടും. അപ്പം ഫൈനലായിട്ട് മ്യൂച്വൽ ഫണ്ടുകളിലും അതേപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതേപോലെ ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നതും അല്ലെങ്കിൽ പല സമയങ്ങളിലും നമ്മൾ ഇതേപോലെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ഏകദേശം 145 കോടി ജനങ്ങളുണ്ടെങ്കിൽ തന്നെയും അതിൽ ഏകദേശം ഒരു 5 കോടിക്കും 6 കോടിക്കും ഇടയിലുള്ള ആളുകൾ മാത്രമാണ് ഇതേപോലെയുള്ള മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുന്നുള്ളൂ. ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്കനുസരിച്ച് നമ്മുടെ മ്യൂച്വൽ ഫണ്ടുകൾ ഹാൻഡിൽ ചെയ്യുന്ന അസറ്റ് ഏകദേശം
72.2 ലക്ഷം കോടി രൂപയാണ് മ്യൂച്വൽ ഫണ്ടുകൾ ഹാൻഡിൽ ചെയ്യുന്ന അസറ്റ്. നമ്മുടെ ടോട്ടൽ പോപ്പുലേഷൻ്റെ ഈവൻ 2-3% കൂടുതൽ ഇതേപോലെയുള്ള മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തിയിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്നുള്ള നിക്ഷേപത്തിൻ്റെ ബെനിഫിറ്റ് എൻജോയ് ചെയ്യുന്നത് ഒരു മൈനോറിറ്റി ആളുകളാകാം, അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ആകാം, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആകാം, ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസ് ആകാം. ഇതേപോലെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് ഇനിയും താഴേക്കിടയിലുള്ള സാധാരണക്കാരായിട്ടുള്ള വ്യക്തികളിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് പരമാർത്ഥം. മറ്റുള്ള രാജ്യങ്ങളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇന്ത്യയിൽ മ്യൂച്വൽ ഫണ്ടുകളിലും ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ്. പക്ഷേ ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് അനുദിനം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ ആളുകൾ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക, SIP റൂട്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. നിങ്ങൾ ആ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുക. ആംഫി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു MFD നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്ത് നിങ്ങൾ റിസ്ക് അനലൈസ് ചെയ്തതിന് ശേഷം സ്യൂട്ടബിൾ ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ സജസ്റ്റ് ചെയ്യുന്നതാണ്. മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ മാത്രം രജിസ്റ്റർ ചെയ്താൽ മതി. നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ ഏകദേശം 1200ഓളം വീഡിയോകൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നതിൽ മിക്കവാറും വീഡിയോകളിൽ സംസാരിക്കുന്നത് മ്യൂച്വൽ ഫണ്ടുകളുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചാണ്. മ്യൂച്വൽ ഫണ്ടിലെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും SIP റൂട്ടിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചും അതേപോലെ നിങ്ങൾ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അറിയേണ്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ വീഡിയോകളും ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോഴും സ്കീമുകളെക്കുറിച്ചോ അല്ലെങ്കിൽ നിക്ഷേപം നടത്തുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണോ സംസാരിക്കുന്നത്. അപ്പോൾ പല വീഡിയോകളിലും ഞാൻ പല സ്കീമുകളെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്, പല NFOകളെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്, എൻ്റെ പേഴ്സണലായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളുടെ ഡീറ്റെയിൽസ് ഞാൻ തന്നിട്ടുണ്ട്. അപ്പം ആ സമയങ്ങളിൽ സെപ്റ്റംബർ 2024 മുതൽ മാർക്കറ്റ് ഒരു ഡൗൺവേർഡ് ട്രെൻഡിലാണ് പോയിക്കൊണ്ടിരുന്നത്. ആ സമയങ്ങളിൽ മ്യൂച്വൽ ഫണ്ടുകളിലൊക്കെ നിക്ഷേപം നടത്താനായിട്ട് അല്ലെങ്കിൽ ആരംഭിക്കാനായിട്ട് നല്ല സമയമാണെന്ന് പല വീഡിയോകളിലും മെൻഷൻ ചെയ്തിരുന്നു. ഈ യൂട്യൂബ് ചാനലിൻ്റെ വ്യൂവേഴ്സ് പലരും നിക്ഷേപങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പല സമയങ്ങളിലായിട്ട് ഞാൻ മ്യൂച്വൽ ഫണ്ടുകളിൽ നടത്തിയ നിക്ഷേപങ്ങൾ എങ്ങനെയാണ് പെർഫോം ചെയ്തത്, ഈ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളെ വ്യക്തമായിട്ട് കാണിച്ചു തന്നതാണ്. ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ സെപ്റ്റംബർ മാസം മുതൽ ഇന്ന് വരെയും ഞാൻ മ്യൂച്വൽ ഫണ്ടുകളിൽ നടത്തിയിരിക്കുന്ന നിക്ഷേപങ്ങളും അതേപോലെ തന്നെ മാർക്കറ്റ് ഡൗൺ ആയിരിക്കുന്ന സമയത്ത് നടത്തിയ നിക്ഷേപങ്ങൾ, അല്ലെങ്കിൽ കോസ്റ്റ് ആവറേജിങ്ങിന് വേണ്ടിയിട്ട് ഈ സെപ്റ്റംബർ 2024 മുതൽ ഇന്ന് വരെയും നടത്തിയിരിക്കുന്ന പല നിക്ഷേപങ്ങൾ, അത് വളരെ റിസ്കി ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള നിക്ഷേപങ്ങളിൽ നിന്ന് എനിക്ക് എത്ര പെർസെൻറ്റേജ് റിട്ടേൺസ് ആണ് ലഭിച്ചിരിക്കുന്നത്, ഈ കാര്യങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങളെ കാണിച്ചു തരിക എന്ന് മാത്രമാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഞാൻ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ ഇത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് റെക്കമെൻഡേഷൻ ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യരുത്. കാരണം ഞാൻ ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ള ഒരു വ്യക്തിയാണ്. എൻ്റെ പേഴ്സണലായിട്ടുള്ള റിക്വയർമെൻറ്റ് അനുസരിച്ചും എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് അനുസരിച്ചും എൻ്റെ റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി അനുസരിച്ചിട്ടുമാണ് ഞാൻ ഈ സ്കീമിൽ നിക്ഷേപം നടത്തിയിരിക്കുന്നത്. നിങ്ങൾ ഈ സ്കീമിൽ നിക്ഷേപം നടത്തിയാൽ ഇത്രയും റിട്ടേൺസ് നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ ഗ്യാരണ്ടി ഇല്ല. ഈ പ്രസൻറ്റേഷൻ ഒന്ന് കണ്ടു നോക്കൂ. ഈ വീഡിയോയുടെ ആദ്യത്തെ പാർട്ടിൽ മെൻഷൻ ചെയ്തതുപോലെ ഞാൻ റീസെൻ്റായിട്ട് നടത്തിയ 2025 ചില മ്യൂച്വൽ ഫണ്ടുകളിൽ നടത്തിയ നിക്ഷേപങ്ങളും അതിൽ നിന്ന് കിട്ടിയിരിക്കുന്ന റിട്ടേൺസുമാണ്. ഇതിൽ എനിക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു ഫണ്ട് എന്ന് പറയുന്നത് മോട്ടിലാൽ ഓസ്വാൾ നിഫ്റ്റി മൈക്രോ ക്യാപ്പ് 250 ഇൻഡെക്സ് ഫണ്ടാണ്. ഈ ഫണ്ടിനെ കുറിച്ച് ഇതിനു മുന്നേ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. പല വീഡിയോകളിൽ ഈ ഫണ്ടിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളുടെ കാറ്റഗറിയിൽ തന്നെ ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ള ഫണ്ടാണിത്. അപ്പോൾ റിസ്ക് കൂടുതൽ എടുക്കാൻ പറ്റുന്ന ആളുകൾക്ക് നമുക്ക് കൂടുതൽ റിട്ടേൺസും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫണ്ടാണ്. സാധാരണയായിട്ട് മാർക്കറ്റൊക്കെ താഴോട്ട് വരുന്ന സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ കുറയുന്ന ഫണ്ടും ഇത് തന്നെയാണ്. എന്നാൽ കഴിഞ്ഞ ജനുവരി മാസം മുതൽ മാർക്കറ്റ് താഴുന്ന സമയങ്ങളിലും അതേപോലെ തന്നെ SIP റൂട്ടിലും ഞാൻ ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറഞ്ഞ സമയങ്ങൾ കൊണ്ട് ഈ ഫണ്ടിൽ നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്നത് ഏകദേശം 18% IRR ആണ് ഇതിനകത്ത് നിന്ന് ലഭിച്ചിരിക്കുന്നത്. ഞാൻ അധികം പൈസയൊന്നും ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. 1.8 lakhs മാത്രമാണ് ചെറിയ ചെറിയ എമൗണ്ടുകളായിട്ട് ഈ 4-5 മാസക്കാലങ്ങൾ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തത്. പക്ഷേ ഈ ഫണ്ടിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ
മാർക്കറ്റ് കുറഞ്ഞിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ NAV വളരെ കുറവായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കോസ്റ്റ് ആവറേജ് ചെയ്ത് മാർക്കറ്റ് ഇമ്പ്രൂവ് ചെയ്ത സമയത്താണ് ഇത്രയും റിട്ടേൺസ് ഇതിൻ്റെ അകത്ത് ജനറേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. ഇതിൻ്റെ ട്രാൻസാക്ഷൻസ് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ ചെറിയ എമൗണ്ട് ഒരു 5000 രൂപ വീതം SIP ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പർച്ചേസ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഇവിടെ കാണുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ലംസമായിട്ട് ഇതിൻ്റെ അകത്ത് നടത്തിയിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഈ ഇൻവെസ്റ്റ്മെൻറ്റുകളെല്ലാം ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ 4-5 മാസങ്ങൾ കൊണ്ടാണ്. ഈ സമയത്തിനുള്ളിൽ ഈ ഫണ്ട് ഏകദേശം 18% റിട്ടേൺസ് ആണ് തന്നിരിക്കുന്നത്. പക്ഷേ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ, ഇത് ഹൈ റിസ്ക് ഫണ്ടാണ്. ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ള ഇൻവെസ്റ്റേഴ്സ് മാത്രമാണ് ഇതേപോലെയുള്ള ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ. ഇനി മറ്റൊരു ഫണ്ട് ആക്സിസ് മിഡ് ക്യാപ് ഫണ്ടാണ്. ജനറലി മിഡ് ക്യാപ് ഫണ്ട് നമുക്ക് പറയാം. ഞാൻ 2 മാസം മുന്നേ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തപ്പോൾ ഞാൻ ഈ ഫണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണിച്ചിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നു ഏകദേശം 400% ഇതിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ആബ്സല്യൂട്ട് റിട്ടേൺ. ഇപ്പം 2 മാസങ്ങൾക്ക് ശേഷം അത് ഏകദേശം 462% വന്നിട്ടുണ്ട്. ഏകദേശം 62% ആബ്സല്യൂട്ട് റിട്ടേണിൽ ഇതിൽ കൂടുതൽ വന്നിട്ടുണ്ട്. ഈ ഫണ്ടിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന IRR എന്ന് പറയുന്നത് ഏകദേശം 17.35%. ഇത് കുറേ വർഷങ്ങൾക്ക് മുന്നേ നടത്തിയിരിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. പക്ഷെ ഞാൻ ഇതിവിടെ കമ്പയർ ചെയ്തത് ഈ ഷോർട്ട് പീരീഡിൽ, അതായത് 2 മാസങ്ങൾ കൊണ്ട് ഈ ഫണ്ടിൻ്റെ NAVയിൽ വന്നിരിക്കുന്ന അപ്രീസിയേഷൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് 10 വർഷങ്ങൾക്ക് മുന്നേ നടത്തിയ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇതിൽ നിന്ന് ഏകദേശം ഇന്ന് വന്നിരിക്കുന്ന ആബ്സല്യൂട്ട് റിട്ടേൺ എന്ന് പറയുന്നത് ഏകദേശം 462%. 5 ഇരട്ടിയിൽ കൂടുതൽ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് 10 വർഷം കൊണ്ട് വളർന്നിട്ടുണ്ട്. ഇവിടെ എടുത്തു പറയാൻ പറ്റുന്ന മറ്റൊരു ഫണ്ട് മോട്ടിലാൽ ഓസ്വാൾ നിഫ്റ്റി ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻഡെക്സ് ഫണ്ടാണ്. ഡിസംബറിൽ, അതായത് 2024 ഡിസംബറിൽ വന്ന ഒരു NFO ആണ്. NFO ലോഞ്ച് ചെയ്ത സമയത്ത് നമ്മുടെ യൂട്യൂബിൽ ഈ ഫണ്ടിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. നമ്മുടെ യൂട്യൂബ് ചാനലിൽ NFOകളെ കുറിച്ച് നമ്മൾ വളരെ കുറച്ച് വീഡിയോകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഏതെങ്കിലും പ്രത്യേകതയുള്ള ഫണ്ടുകൾ വന്നാൽ മാത്രമാണ്, അതേപോലെയുള്ള ഫണ്ടുകളുടെ വീഡിയോകൾ മാത്രമാണ് നമ്മുടെ ചാനലിൽ പബ്ലിഷ് ചെയ്യാറുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഈ ഫണ്ട് ലോഞ്ച് ചെയ്തപ്പോൾ അതിൻ്റെ അകത്തൊരു പ്രത്യേകത ഞാൻ കണ്ടു. അതുകൊണ്ടാണ് ആ വീഡിയോയിൽ ഞാൻ പ്രത്യേകം പറഞ്ഞൊരു കാര്യം, നിങ്ങൾ ധൃതി പിടിച്ച് ഈ ഫണ്ടിൽ നിങ്ങൾ നിക്ഷേപം നടത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ ഫണ്ട് റീഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ 10 രൂപയ്ക്ക് താഴെയുള്ള ഒരു NAVക്ക് നിങ്ങൾക്ക് ഈ ഫണ്ട് വാങ്ങാൻ സാധിക്കുമെന്ന് ഞാൻ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളതായിട്ട് ഞാൻ ഓർക്കുന്നു. നിങ്ങൾക്ക് ഡിസംബറിൽ പോസ്റ്റ് ചെയ്ത ആ വീഡിയോ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. തീർച്ചയായിട്ടും ഞാൻ ആ പറഞ്ഞ കാര്യം ഞാൻ അതേപോലെ ഫോളോ ചെയ്തു. ഈ ഫണ്ടിൻ്റെ NAV 8 രൂപ വന്നപ്പം ഞാൻ ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഇന്ന് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ ഫണ്ടിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന IRR എന്ന് പറയുന്നത് 215%. ഏകദേശം ആബ്സല്യൂട്ട് റിട്ടേൺസ് ഏകദേശം 32% വരുന്നുണ്ട്. ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത 1,35,000 രൂപ ഇന്ന് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1,77,000 രൂപയാണ്. വെറും 6 മാസക്കാലം കൊണ്ട് ഇതിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന റിട്ടേൺസ്, ആബ്സല്യൂട്ട് റിട്ടേൺസ് 32%, IRR 215%. ഈ പർട്ടിക്കുലർ ഫണ്ടിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികളിലാണ്. ക്യാപിറ്റൽ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ട് സർവീസ് ചെയ്യുന്ന കമ്പനികളിലാണ് ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ 1 മാസക്കാലമായിട്ട് അതേപോലെയുള്ള കമ്പനികളുടെ ഷെയർ പ്രൈസ് ഒക്കെ അമിതമായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഫണ്ടിൻ്റെ NAVയും കൂടിയിരിക്കുന്നത്. ഇതും ഹൈ റിസ്ക് കാറ്റഗറിയിൽ പെടുന്ന ഒരു ഫണ്ടാണ്. കഴിഞ്ഞ 4-5 മാസമായിട്ട് ഞാൻ ഈ ഫണ്ടിൽ പല സമയങ്ങളിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം മാർക്കറ്റ് കുറഞ്ഞിരിക്കുന്ന സമയത്ത് ഇതേപോലെയുള്ള ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ യൂണിറ്റ്സ് കിട്ടുകയും നമ്മുടെ കോസ്റ്റ് ആവറേജ് ചെയ്യുകയും ചെയ്യും. അതേപോലെ മാർക്കറ്റ് ഇമ്പ്രൂവ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് നമുക്ക് കൂടുതൽ ഗെയിൻ ലഭിക്കും. മറ്റൊരു ഫണ്ട് ICICI സ്മോൾ ക്യാപ് ഫണ്ടാണ്. ഈ ഫണ്ടിനെ കുറിച്ചും ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ സംസാരിച്ചിരുന്നു. ഈ ഫണ്ടിലും എനിക്ക് ലഭിച്ചിരിക്കുന്നത് ഏകദേശം ഒരു 420% ആബ്സല്യൂട്ട് റിട്ടേണും 16% കൂടുതലുള്ള IRRുമാണ് ഇതിൽ ലഭിച്ചിരിക്കുന്നത്. ഇത് നേരത്തെ നടത്തിയ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇതും 10 വർഷങ്ങൾക്ക് മുന്നേ നടത്തിയ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇതിലും ഏകദേശം 5 ഇരട്ടിയോളം ഇൻവെസ്റ്റ്മെൻറ്റ് വളർന്നിട്ടുണ്ട്. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ, ഈ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചത് നമ്മൾ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തിയാൽ SIP റൂട്ടിലോ അല്ലെങ്കിൽ മാർക്കറ്റ് നമുക്കൊരു അവസരം തരുന്ന ഒരു സാഹചര്യത്തിലോ
ഇതേപോലെയുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ, നല്ല മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ നിക്ഷേപം നടത്തിയാൽ ഈവൻ ഷോർട്ട് ടൈമിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ലാഭം ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ മ്യൂച്വൽ ഫണ്ടുകളിലുള്ള നിക്ഷേപം എപ്പോഴും ലോങ് ടൈമിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഷോർട്ട് ടൈമിലും ഇതേപോലെ നമുക്ക് ലാഭം ഉണ്ടാക്കാം. പക്ഷേ ഷോർട്ട് ടൈമിൽ ലാഭം ഉണ്ടാക്കാനായിട്ട് ഒരിക്കലും മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. ഞാനിവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന മ്യൂച്വൽ ഫണ്ടുകളും അതിൻ്റെ പെർഫോമൻസും എല്ലാം ഞാൻ ഈ പറയുന്ന സമയത്ത് ആപ്ലിക്കബിൾ ആണ്. നാളെ ഇനി മാർക്കറ്റ് ഡൗൺ ആകുന്ന ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന പെർഫോമൻസ് കുറഞ്ഞു വരാം. ഇത് ഈ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ റിസ്ക് ആപ്പിറ്റേറ്റ് അനുസരിച്ച്, നിങ്ങളുടെ റിട്ടേൺ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച്, അതേപോലെ നിങ്ങൾ എത്ര നാളത്തേനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തിട്ട് വേണം മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. എനിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫണ്ട് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആകണമെന്നില്ല. അതുകൊണ്ട് ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് റെക്കമെൻഡേഷൻ ആയിട്ടോ അഡ്വൈസ് ആയിട്ടോ കണക്കാക്കരുത്. ഇത് ജസ്റ്റ് നമുക്ക് മ്യൂച്വൽ ഫണ്ടുകളിലൊക്കെ കറക്റ്റ് സമയങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഷോർട്ട് ടൈമിലേക്കും ലോങ് ടൈമിലേക്കും ഒക്കെ കിട്ടാമെന്നുള്ള ഒരു എക്സാമ്പിൾ മാത്രം കാണിച്ചെന്നേ ഉള്ളൂ. എടുത്തു പറയാൻ പറ്റുന്ന മറ്റൊരു ഫണ്ട് എന്ന് പറയുന്നത് ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫണ്ടാണ്. ഈ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫണ്ടുകളെ കുറിച്ചും നമ്മൾ ഇതിനു മുന്നേ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ഈ കഴിഞ്ഞ കാലത്ത് ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികൾ, അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് ശേഷം ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികളുടെ എല്ലാം സ്റ്റോക്ക് പ്രൈസ് ഒരുപാട് കൂടിയിട്ടുണ്ട്. ഇത് ഒരു സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ഫണ്ടാണ്, ഒരുപാട് റിസ്ക് ഉള്ള ഫണ്ടാണ്. ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് HDFC ഡിഫൻസ് ഫണ്ടിലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് HDFC ഡിഫൻസ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം ഒരു വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അവർ ക്ലോസ് ചെയ്തു. അന്ന് SIP റൂട്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് SIP റൂട്ടിൽ കണ്ടിന്യൂ ചെയ്യാം. ഞാൻ SIP റൂട്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഏകദേശം 24% ആബ്സല്യൂട്ട് റിട്ടേൺ ആണ് ഈ ഫണ്ടിൽ നിന്ന് ചെറിയ പീരീഡ് കൊണ്ട്, ഞാനിവിടെ പറയുന്നത് ഏകദേശം 5-6 മാസങ്ങൾ കൊണ്ട് ഈ ഫണ്ടിൽ നിന്ന് ജനറേറ്റ് ചെയ്തിരിക്കുന്ന റിട്ടേൺ ആണ് ഈ 23.59%. ഡിഫൻസ് സെക്ടറിലെ ഷിപ്പ് ബിൽഡിങ് അല്ലെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികളുടെ എല്ലാം സ്റ്റോക്ക് പ്രൈസ് അമിതമായിട്ട് കൂടിയിട്ടുണ്ട്. പല കമ്പനികളും ഓവർ വാല്യൂഡ് ആണ്. പക്ഷേ നമ്മളൊരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഈ കമ്പനികളുടെ പ്രൈസുകൾ കൂടുമ്പം നാച്ചുറലായിട്ട് നമുക്ക് കിട്ടുന്ന ഗെയിനും അതിനൊപ്പം കൂടും. അപ്പം പ്രോപ്പറായിട്ടുള്ള രീതിയിൽ പ്ലാൻ ചെയ്ത് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫണ്ടുകളിൽ നിക്ഷേപം നടത്തിയാൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഇതേപോലെയുള്ള ഒരു ഗെയിൻ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എപ്പോഴും മ്യൂച്വൽ ഫണ്ടുകളിൽ നിങ്ങൾ നിക്ഷേപം നടത്തുമ്പോൾ SIP റൂട്ടിൽ നിക്ഷേപം നടത്തുക, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ റൂട്ടിൽ നിക്ഷേപം നടത്തുക. റിസ്ക് നിങ്ങൾക്ക് മിനിമൈസ് ചെയ്യാം, കോസ്റ്റ് ആവറേജ് ചെയ്യാം. അതിന് ഉപരിയായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഗെയിനും നിങ്ങൾക്ക് എൻഹാൻസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടുണ്ടാവാം, നമ്മൾ മാർക്കറ്റ് വാച്ച് ചെയ്ത് അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ച് അല്ലെങ്കിൽ മാർക്കറ്റ് നമുക്കൊരു അവസരം നൽകുമ്പോൾ ഇതേപോലെയുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ നിക്ഷേപം ആരംഭിച്ചാൽ നമുക്ക് എത്രയൊക്കെ ബെനിഫിറ്റുകൾ ഈവൻ ഷോർട്ട് ടൈമിൽ ലഭിക്കുമെന്നുള്ള കാര്യം. സാധാരണയായിട്ട് മ്യൂച്വൽ ഫണ്ടിലുള്ള നിക്ഷേപങ്ങൾ ഷോർട്ട് ടൈമിലേക്കുള്ള നിക്ഷേപങ്ങളല്ല. ഒരിക്കലും ഷോർട്ട് ടൈമിലേക്ക് 6 മാസത്തേനോ 1 വർഷത്തേനോ 2 വർഷത്തേനോ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാനായിട്ട് നിങ്ങളാരും മുന്നോട്ട് വരരുത്. എങ്കിൽ തന്നെയും നമ്മൾ മ്യൂച്വൽ ഫണ്ടിലുള്ള നിക്ഷേപം ഒരു ലോങ് ടൈമിലേക്കുള്ള നിക്ഷേപമാണെന്ന് പറയുന്നു എങ്കിൽ തന്നെയും ഷോർട്ട് ടൈമിലും ഇതേപോലെ മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്ന് നമുക്ക് ഡബിൾ ഡിജിറ്റ് റിട്ടേൺസ് ലഭിക്കാമെന്നുള്ള ഉത്തമ ഉദാഹരണമാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത്. ഇത് റിയലായിട്ടും ഞാൻ നടത്തിയിരിക്കുന്ന നിക്ഷേപങ്ങളാണ്. ഇനിയും ഇതേപോലെയുള്ള സ്കീമിൽ നിന്ന് ഇത്രയും റിട്ടേൺസ് ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഗ്യാരണ്ടി ഇല്ല. ഇതൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പർപ്പസിനും എഡ്യൂക്കേഷൻ പർപ്പസിനും വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അവതരിപ്പിച്ചത്. ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് റെക്കമെൻഡേഷനായിട്ട് കണക്കാക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുന്നതിന് മുന്നേ ഇതറിയാവുന്ന ഒരു വ്യക്തിയുടെ, ആംഫി രജിസ്റ്റേർഡോ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ വ്യക്തമായിട്ടുള്ള ഒരു അഭിപ്രായവും അഡ്വൈസും എടുത്തതിന് ശേഷം മാത്രമാണ് നിക്ഷേപം നടത്താവുള്ളൂ. അതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.